So we will start. In the last class, we studied there are three procedures in a computer's function. First one is input. Input means what we type and all, or what instructions that we give to the computer to function. കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾ, അത് ടൈപ്പ് ചെയ്യുകയായിരിക്കട്ടെ, മൗസിനും കൊണ്ട് ക്ലിക്ക് ചെയ്യുകട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ പഠിച്ചു ഇൻപുട്ട്, processing and output. Three procedures are there. First one is input. Input means നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്, അതിനെ ഉള്ളിലേക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കാണ്. നമ്മൾ എന്താ കമ്പ്യൂട്ടർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കാണ് ഇൻപുട്ട്. സെക്കൻഡ് വൺ ഈസ് നമ്മൾ കൊടുത്ത നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടർ അവിടെ സ്വീകരിച്ചിട്ട് അടുത്ത ഇതിലേക്ക് പ്രൊസീജിയർ ചെയ്യേണ്ടത്, അടുത്ത പ്രോസസ്സ് അതിന് നമ്മൾ കൊടുത്ത നിർദ്ദേശങ്ങൾ നമ്മൾ കാണുന്നതിനോ കേൾക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് മീൻസ് നമുക്ക് തിരിച്ചിങ്ങോട്ട് തരുന്നത്, പുറത്തേക്ക് തരുന്നത്. അതായത് സപ്പോസ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നത് ഇൻപുട്ടാണ്. അങ്ങോട്ട് കമ്പ്യൂട്ടറിന് നിർദ്ദേശം കൊടുക്കാണ് ടൈപ്പ് ചെയ്യുന്നത്. സപ്പോസ് നിങ്ങളുടെ ഒക്കെ പേരുകൾ ടൈപ്പ് ചെയ്യാൻ ടീച്ചറിന് സമയം കിട്ടൂല എല്ലാവരുടെയും ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ടൈപ്പൊക്കെ ചെയ്ത് കാണിച്ചു തന്നെയായിരുന്നു. ഒത്തിരി കുട്ടികളില്ല, എല്ലാവരുടെയും കൂടെ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ഒത്തിരി സമയം പോകും. ഓക്കെ, അപ്പൊ ടൈപ്പ് ചെയ്യുന്നത്, നിങ്ങൾ പേര് ഇതിൽ എഴുതുന്നത്, അതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ആ കമ്പ്യൂട്ടറിന് അത് മനസ്സിലാകും നമ്മൾ എന്താ ടൈപ്പ് ചെയ്തെന്നുള്ളത്. അപ്പൊ ഉള്ളിൽ നിന്ന് വേഗം നിർദ്ദേശം കൊടുക്കുക, സ്ക്രീനിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നതാണ് പ്രോസസ്സിങ്. ആ സ്ക്രീനിൽ നമ്മൾ കാണുന്നതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ടാകും, നമ്മൾ ഹൗ ടു മേക്ക് എ ലെമൺ ജ്യൂസ്. നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞില്ല. നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അവിടെ ഇൻപുട്ട് ആയിട്ട് വരും. ലെമൺ, സോൾട്ട് ഓർ ഷുഗർ, വാട്ടർ ആൻഡ് ഓൾ. ദെൻ നമ്മൾ മിക്സ് ചെയ്യുന്ന പരിപാടിയാണ് പ്രോസസ്സിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് പ്രൊസീജിയർ, നമുക്ക് നല്ല റെഡി ആയിട്ടുള്ള നല്ല മധുരമുള്ള നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട്. Like that way. Here see, before that let me take attendance once, please. Just raise the hand, that's all. I will call out your names. If you don't raise the hand, you won't get attendance, okay? No need to unmute and all. Just raise the hand, that's all. Malavika Suresh, Advaita, Ifra Fatima, Ajit Joseph, Muhammad Shan, Aneha Suresh, Dominic, Alain Thomas, Farha Fatima, Eric, Tessa Mariam, Anne Teresa Sabu, Sri Hari, Amanna Rajesh, Anita Philip, Hiba Fatima, Heaven ആണോ? ഹന്ന ഏത് പേരിലെന്ന് കയറിയാ ഞാൻ ചേട്ടൻ അറ്റൻഡൻസ് കൊടുക്കും. ഷിഫാന, ജുവൽ മരിയാം, കുര്യൻ ജോസഫ്, മുഹമ്മദ് വിവി, ആൻസൺ കെ അജിത്, സയാൻ, മുഹമ്മദ് അഫ്ല, ഇനി ആരെയാ വിളിക്കാനുള്ളേ? ഞാൻ നോക്കിക്കൊണ്ട് വിളിച്ചോളാം. അനിഹ മോഹൻ, ഹൈഫ മെഹറിൻ, മിൻഹാജ്, മുഹമ്മദ് നാഫി, മുഹമ്മദ് അഫ്ല, ഹിബ ഫാത്തിമ, ശ്രീഹരി. ആയില്ല, എല്ലാവരും ആയില്ലേ മക്കളെ? ഇനി ആരുടെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കി പിടിച്ചേ. മിസ് ഒന്ന് നോക്കട്ടെ, രണ്ട് സ്ക്രീനിലായിട്ടായതുകൊണ്ട്. ആരുടെങ്കിലും പേര് വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി പിടിക്കുക കേട്ടോ. ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്. ആൻസൺ, ഐ കോൾഡ് യുവർ നെയിം. മുഹമ്മദ് വിവിസ് നെയിം ഓൾസോ ഐ കോൾഡ്. ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നിങ്ങൾ കേൾക്കാതെ പോയതാണ്. പിന്നെ ഇപ്പുറ സ്ക്രീനിൽ നോക്കട്ടെ, രണ്ട് സ്ക്രീനിലായതുകൊണ്ടാണ്. Did I call everyone's name? If I didn't call your name, please just raise your hand, please. മുഹമ്മദ് ഷക്സാദ്, ഐ കോൾഡ് യുവർ നെയിം മൈ ഡിയർ. വിളിച്ചായിരുന്നു. ഓക്കെ, എല്ലാവരുടെയും പേരായി അല്ലേ? ഓക്കെ, ഗുഡ്. ഇനി മക്കളെല്ലാം മ്യൂട്ട് ആയിട്ടിരിക്കുമല്ലേ?
ഒരു അൺമ്യൂട്ട് ചെയ്യണ്ട. എന്തെങ്കിലും മക്കൾക്ക് സംസാരിക്കാനോ ടീച്ചറിനോട് പറയാനുണ്ട്, ഡൗട്ട് ഉണ്ടെന്ന് ഒരിക്കലും ഒന്ന് കൈ പൊക്കി പിടിക്കണം കേട്ടോ. അപ്പോൾ മിസ് കണ്ടോളൂ, മിസ് അൺമ്യൂട്ട് ചെയ്താളാം. നിങ്ങൾ ജസ്റ്റ് കേട്ടാൽ മതി. ഓക്കെ, നമ്മുടെ പേജ് നമ്പർ 21 എടുക്കുക. ഡു യു ഹാവ് ടെക്സ്റ്റ് ബുക്ക് വിത്ത് യു? All of you, do you have textbook with you? Take page number 21. Okay. Input. Input, see, information or data given to the computer with the help of the keyboard and the mouse called input. So നമ്മൾ കഴിഞ്ഞ ദിവസം മുഴുവൻ പഠിച്ചതാണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫോർമേഷൻ ഓർ ഡാറ്റ ദാറ്റ് വി ഗിവ് ടു ദ കമ്പ്യൂട്ടർ വിത്ത് കീബോർഡ് ഓർ മൗസ് ഈസ് നോൺ ആസ് input. And here the computer stores data in its memory. It can be in 3 ways. 3 തരത്തിൽ നമുക്ക് കൊടുക്കാം ഇൻപുട്ടിന്. എന്താ ഷിഫാന കുട്ടി, മോൾക്ക് കേൾക്കുന്നില്ല? എന്താ മുത്തേ ഷിഫാന? ഒരു മിനിറ്റ് മുത്തേ, മോളെ ഞാൻ അൺമ്യൂട്ട് ചെയ്യാം, എന്നിട്ട് പറ. ഷിഫാന എന്തിനാണോ ജസ്റ്റ് ഇനി മോള് ഒന്ന് അൺമ്യൂട്ട്. അത് സാരമില്ല കേട്ടോ, അത് പറയാനാണ് മുത്ത കൈപൊക്കിയെ. യൂട്യൂബ് ക്ലാസ് കയറാൻ പറ്റിയില്ല, യൂട്യൂബ് ക്ലാസ് അറ്റൻഡ് ചെയ്യണേ കേട്ടോ. ഓക്കെ. Okay. So here 3 types we can in 3 words. In 3 type model we can give the information to the computer. First in words നമുക്ക് ടൈപ്പ് ചെയ്യാം. I like computers. Do you? അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ പേര് ടൈപ്പ് ചെയ്യാം, ട്രൂ ലൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാം. ടൈപ്പിംഗ് മെത്തേഡ് ഇൻ വേർഡ്സ്. നെക്സ്റ്റ് വൺ in numbers. Numbers means 1 2 3 like that way we can type numbers. And another in pictures. We can add pictures also. And if you don't draw, I will just share a screen. Okay. Okay, can you see TRUELIGHT? True light. എന്തെങ്കിലും സ്ക്രീനിൽ കണ്ടോ? Did you see anything on the screen? Yes, true light. I typed it. Okay. So this is words method. Word il നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. Okay. Next. 1 2 3 4 5 6 7 8 9 10. Did you see anything? 1 2 3. Did you see 1 2 3? Okay. This is in a number ways. Okay. Next, if you want to enter any picture, can you see anything there? എന്തെങ്കിലും കാണുന്നുണ്ടോ? ഫോണിലൊക്കെ ചെറിയ ഇതായതുകൊണ്ട് നിങ്ങൾക്ക് can you see? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? I drew a picture. Now, can you? Okay. So first I typed. Second, that means in words I have typed. Second, I gave the numbers. Third, I am drawing. Pictures I can give. I can draw. If I want, I can insert pictures and all. നമുക്ക് പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. I hope you all might have seen. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ടീച്ചറെ കാണിച്ചൊന്ന് നമുക്ക് എഴുതാൻ പറ്റും, നമ്പേഴ്സ് എഴുതാൻ പറ്റും, വേർഡ്സ് എഴുതാൻ പറ്റും, പിന്നെ ചിത്രങ്ങൾ വരയ്ക്കാം. ഇവിടെ നോക്കിക്കേ, നമ്മുടെ പേജ് 21 വേർഡ്സിൽ I like computer, do you? ഇനി നമ്പേഴ്സിലാണെങ്കിൽ 3 6 9 12 15 like that way numbers we can write. And see pictures. What are the pictures there? Eric മോനെ, എരിക് മുത്തേ, ആ പിക്ചറിൽ എന്തൊക്കെ ഉള്ളതെന്നൊന്ന് നോക്കിക്കേ മുത്ത്. ഫസ്റ്റ് വൺ എന്തുവാണുള്ളത്? ഫസ്റ്റ് cat. Okay. Second one
bird. Next, third one. Tiger. Very good. Okay. So ഇങ്ങനെ നമുക്ക് ഒത്തിരി പിക്ചേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്താക്കാം. നമ്മുടെ ഇതിനകത്തുള്ള കമ്പ്യൂട്ടറിലുള്ള പിക്ചേഴ്സ് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് ആക്കാം. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് പ്രോസസ്സിംഗ്. പ്രോസസ്സിംഗ് മീൻസ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ അത് കമ്പ്യൂട്ടർ വേഗം അക്സെപ്റ്റ് ചെയ്യുന്നു. നമുക്ക് അപ്പം തന്നെ സ്ക്രീനിൽ കാണാൻ പറ്റും. ടീച്ചർ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോഴേ സ്ക്രീനിൽ കാണുന്നുണ്ടായിരുന്നു മക്കൾ അല്ലേ? ഓക്കെ. ദ CPU ഓർ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഈസ് ദ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. ഇനിയോ വേറൊരു പുതിയ വാക്ക് നിങ്ങൾ പഠിക്കാൻ പോകുന്നു. CPU. All of you say CPU. Say all of you. CPU എന്നൊന്ന് ഒച്ചത്തിൽ പറഞ്ഞേ. ഹിബക്കുട്ടി ഒന്ന് പറഞ്ഞേ മുത്തേ. CPU. ഓക്കെ. വാട്ട് ഈസ് ദാറ്റ് CPU? ഈ CPU എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഷിഫാന, please don't write, my dear. Now listen. Okay. CPU means a central processing unit. What is CPU? Central processing unit. All of you say central processing unit. CPU means a central processing unit. So next Tuesday when you have or in the next computer class I will put a dictation. അടുത്ത ക്ലാസ്സിൽ ഞാനൊരു ഡിക്റ്റേഷൻ നിങ്ങൾക്ക് ഇടും. എന്താന്നൊക്കെ വേർഡ്സുകളൊക്കെ അറിയാവോ? സിപിയുവിന്റെ ഫുൾ ഫോം എഴുതണ്ടേ? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, പ്രോസസ്സിംഗ്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ. ഓക്കെ. ഞാൻ ഡിക്റ്റേഷൻ ഇടും, പഠിച്ചു വെക്കണേ. ഓക്കെ. സോ CPU എന്ന് പറഞ്ഞാൽ, വെയിറ്റ് 1 സെക്കൻഡ് മക്കളെ. Now can you see anything on the screen? Yes, you can see. I think. Oh, 1 second. One student is waiting there. One second, ഞാൻ കാണിച്ചു തരാവേ. അതൊരു കുട്ടി ഇടയ്ക്ക് വന്നതുകൊണ്ട് പറ്റിയതാണ്. ഓക്കെ. നൗ സീ, ദിസ് ഈസ് എ കമ്പ്യൂട്ടേഴ്സ് CPU. ഇതാണ് കമ്പ്യൂട്ടറിന്റെ CPU എന്ന് പറയുന്ന സാധനം. ഓക്കെ. ഐ തിങ്ക് യു ക്യാൻ സീ ക്ലിയർലി. കമ്പ്യൂട്ടറിന്റെ CPU എന്ന് പറയുന്ന സാധനമാണിത്. ഓക്കെ. നിങ്ങൾക്ക് കണ്ടിട്ടില്ലേ ഇതൊക്കെ? സി ഓപ്പൺഡ് CPU. ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? കുറേ വയറുകൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. സോ ഇതാണ്. ഇതുണ്ടോ ഈ സാധനം? പ്രൊട്ടക്ട്. ഓക്കെ. സി അനദർ ഇതുണ്ടോ? കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ തോന്നുന്നു ഈ ചിത്രത്തിൽ നിങ്ങൾക്ക്. സി ഇതൊക്കെ CPU. ഈ കമ്പ്യൂട്ടറിന്റെ CPU അല്ല. ഓക്കെ. ദാറ്റ് ഈസ് CPU. എല്ലാവരും കണ്ടോ CPU? ഓക്കെ. സോ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് CPU? Central Processing Unit. And the CPU is known as the brain of the computer. Do you know what is the meaning of brain? Brain എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ മക്കളെ? ആർക്കറിയാവുന്ന ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താന്ന്? എറിക്കിനറിയാം, ഫർഹ ഫാത്തിമയ്ക്ക് അറിയാം. പിന്നെ ആർക്കറിയാവുന്നേ? അനീറ്റ ഫിലിപ്പിനറിയാം, ആന്തരസയ്ക്ക് അറിയാം, മുഹമ്മദ് നാഫിക്ക് അറിയാം, കുര്യൻ ജോസഫിനറിയാം, അലൻ തോമസിനറിയാം, ഷക്സാദിനറിയാം, അജിത് ജോസഫിനറിയാം, ആൻസനറിയാം. ഓക്കെ. എല്ലാവരും എടുക്കാനാണല്ലോ, അറിയാം അല്ലേ? എന്താ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ? ഒന്ന് കാണിച്ചു തന്നെ നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് കാണട്ടെ.
Let me see your brain. Oh, good, good. Farha, where is your brain? It's on your head, isn't it? It's on our head. Okay, good. So brain means നമ്മുടെ തലച്ചോറിനാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻസൈഡ് ദ സ്കൾ. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ സ്കള്. നമ്മുടെ തലയോടെന്ന് പറയുന്ന ഒരു കട്ടി പിടിച്ച സാധനം ഉണ്ട് അല്ലെ, അതിന്റെ ഉള്ളിലുള്ള ഒരു സാധനമാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്നത്. ബ്രെയിൻ കണ്ടിട്ടുണ്ടോ? അലൻ തോമസേ, അലൻ തോമസേ, മുത്തേ, ഇവിടെ 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 ഇവിടെ. അലൻ തോമസ്, ഹാവ് യു സീൻ യുവർ ബ്രെയിൻ? Have you seen your brain? മോന്റെ ബ്രെയിൻ കണ്ടിട്ടുണ്ടോ? No. No. Who has seen your brain? In second standard, who has seen your brain? Raise the hand, let me see. Advaith has seen. Then who else has seen? വേറെ ആരും കണ്ടിട്ടില്ലേ? സ്ക്രീൻ ഒന്ന് നോക്കട്ടെ. ശ്രീഹരി കണ്ടിട്ടുണ്ടോ? കൈയൊക്കെ പൊക്കുന്നുണ്ടല്ലോ ശ്രീഹരി. ബ്രെയിൻ കണ്ടിട്ടുണ്ടോ മോന്റെ? അവിടെ ആരോ ഒരാളോട് കൈ ബുക്ക് ചെയ്യാൻ കണ്ടായിരുന്നു. ഹൂ വാസ് ദാറ്റ്? ഓ, അനീറ്റ ഫിലിപ്പ്, യു ഹാവ് സീൻ? എന്റെ അമ്മോ, നല്ല കഥ കേൾക്കാം. നിങ്ങളൊക്കെ നല്ല മിടുക്കരാണല്ലോ. ടീച്ചർ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ലല്ലോ. മുഹമ്മദ് നാഫി കണ്ടിട്ടുണ്ട്, അദ്വൈത് കണ്ടിട്ടുണ്ട്, പിന്നെ അവിടുന്ന് ആരോ ഒരാളും കൂടെ കണ്ടായിരുന്നു. ഷിഫാന കണ്ടിട്ടുണ്ട്. എന്റെ മക്കളെ സത്യമായിട്ടും പറ, ഹാവ് യു സീൻ യുവർ ബ്രെയിൻ? No. No. I have not seen my brain, and I have not seen anybody's brain also. Not only mine, I have not seen any of others' brain. ഞാൻ എന്റെ ബ്രെയിനും കണ്ടിട്ടില്ല, വേറെ ആരുടെയും കണ്ടിട്ടില്ല. അപ്പം 2ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെ കണ്ടിട്ടില്ല. ഹന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹന്ന കുറച്ച് നല്ല മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ബ്രെയിൻ കണ്ടിട്ടില്ല അല്ലേ? Can we see our brain? No, we cannot see our brain. Because it is situated inside the skull. It is protected by the skull. നമ്മുടെ തലയിൽ ഇങ്ങനെ തൊട്ട് നോക്കിക്കേ. Just touch and see whether you can touch the brain or not. No, we cannot touch. Just touch your head. It's soft or hard? Is it soft or hard? It is hard. തലയിലൊന്ന് തൊട്ട് നോക്കിക്കേ. സോഫ്റ്റ് ആയിട്ടാണോ ഹാർഡ് ആയിട്ടാണോ ഉള്ളത്? വളരെ ഹാർഡാണ് അല്ലേ? എന്ന് വെച്ചാൽ ഹാർഡ് എന്ന് പറയുന്നത് എന്താ? കട്ടിയുള്ളത്. തൊട്ട് നോക്കുമ്പോ ഇങ്ങനെ ഇതാകുന്നുണ്ടോ? ഇല്ല, കട്ടിയുള്ളതാണ് അല്ലെ? ദാറ്റ് ഈസ് അവർ സ്കള്, നമ്മുടെ തലയോട്ടി എന്ന് പറയും. ആൻഡ് ഇൻസൈഡ് ദ സ്കൾ ഓൺലി അവർ ബ്രെയിൻ ഈസ് സിറ്റുവേറ്റഡ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ കട്ടിയുള്ള അതിന്റെ ഉള്ളിൽ വളരെ 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 സേഫ് ആയിട്ട് നമ്മുടെ ബ്രെയിനെ വെച്ചിരിക്കുന്നത്. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു അവർ ബ്രെയിൻ, ഇറ്റ് വിൽ അഫക്ട് അവർ ഹോൾ ബോഡി. ഒരു ചെറിയ എന്തെങ്കിലും കേട് നമ്മുടെ ബ്രെയിന് സംഭവിച്ചാൽ പിന്നെ നമുക്ക് എഴുന്നേറ്റ് നടക്കാനോ അല്ലെങ്കിൽ ഓർമ്മ നിൽക്കുവോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ബ്രെയിനെ വളരെ ഭദ്രമായിട്ട് ഈ സ്കല്ലിന്റെ ഉള്ളിൽ വെച്ചേക്കുവാണ്. നമുക്ക് ബ്രെയിൻ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഓർമ്മയുണ്ടാകില്ല. ഇപ്പൊ ചില ആൾക്കാർക്ക് നിങ്ങൾ ഈ സിനിമയിലൊക്കെ കണ്ടു. അദ്വൈതേ, പ്ലീസ് ലിസൺ മൈ ഡിയർ. ഓക്കെ, ആ പെണ്ണൊക്കെ അവിടെയൊക്കെ മൂത്തേ. ഓക്കെ, നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും ചില ആൾക്കാർ ഒരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? മറ്റേ സാറേ സാറേ സാമ്പാറേ എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടൊക്കെ ഉള്ളൊരു സിനിമ കണ്ടിട്ടുണ്ടോ മക്കളെ? കുറെ പേര് കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, ആ സിനിമയില് അതിലെ കഥ എങ്ങനെയാണ്? ആ കഥയിലെ സിനിമാ നായകൻ ആരായിരുന്നു? അത് ദിലീപ് അല്ലെ? ദിലീപ് എവിടെയോ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എവിടുന്നോ വീണിട്ട്, മുത്തേ പറയാ മോളെ ഇവിടെ ശ്രദ്ധിക്കുക, അതിന്റെ മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞിട്ട് പിന്നെ അവന് ഓർമ്മയെല്ലാം പോയി. അവന്റെ പേരെന്താണ്, അവന്റെ വീട് എവിടെയാണ്, അവന്റെ ഫാദർ ആരാണ്, മദർ ആരാണ്, he doesn't know anything. He lost his memory, isn't it? അവൻ ആ വീഴ്ചയിൽ തലച്ചോറിന് എന്തോ സംഭവിച്ചു, അവന്റെ ഓർമ്മ മൊത്തം പോയി. He is a new person now. He doesn't know who is his father, who is his mother, who is his brother or sister and all. He doesn't know anything. He is not remembering anything. അങ്ങനെ ഒരു സിനിമയില്ലേ? കണ്ടതല്ലേ നിങ്ങൾ? കണ്ടിട്ടില്ല? കുറെ പേര് കണ്ടതല്ലേ? എന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി നടക്കുന്ന എന്തൊക്കെയോ കോലങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് അല്ലേ? ഇങ്ങനെ കാണിച്ചിട്ട് നോട്ടിന്റെ മുണ്ടൊക്കെ പറിച്ചിട്ട് ഓടുന്ന സിനിമയില്ലേ? സാറേ സാറേ സാമ്പാറേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് വൺസ് അഗെയിൻ വെൻ ഹി മെറ്റ് ആൻ ആക്സിഡന്റ്, ഹി ഗോട്ട് ബാക്ക് ഹിസ് മെമ്മറി. അവന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയി. ഇതുപോലെയാണ് നമുക്കും. നമ്മുടെ തലച്ചോറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മ നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാല്
CPU is known as the brain of the computer. അതായത് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ തലച്ചോറ്, ബ്രെയിൻ എന്ന് പറയുന്നത്. എല്ലാം ഓർത്ത് വെച്ചിരിക്കുന്ന ആരാണ്? CPU ആണ്. ടീച്ചർ സ്ക്രീൻ ഷെയർ കാണിച്ചില്ലേ? CPU. ആ CPUലാണ് എല്ലാ മെമ്മറി ഇരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് നോൺ ആസ് ദ CPU? വാട്ട് ഈസ് നോൺ ആസ് ദ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? CPU. Say CPU. CPU is known as the brain of the computer. The computer then sorts out and makes sense of data we feed into it. This is called processing. Next one is output. Output means what? പുറത്തേക്ക് വരുന്നത്. So when the computer finishes processing, the data we get is called the output. You can see the output on the monitor or you can take a printout. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ക്രീനിൽ നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രിന്റ് എടുക്കുവാണെങ്കിലും അതും ഔട്ട്പുട്ടാണ്. പേപ്പറിൽ കിട്ടുന്ന പ്രിന്റിംഗ് ആണ്, പേപ്പറിൽ കിട്ടുന്ന പ്രിന്റിംഗ് ആണ് നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഇൻപുട്ട്, വാട്ട് ഈസ് പ്രോസസ് ആൻഡ് വാട്ട് ഈസ് ഔട്ട്പുട്ട്? മനസ്സിലായോ? ഫസ്റ്റ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡാറ്റ സെൻട്രി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ കമ്പ്യൂട്ടർ വിൽ ഡു മീൻസ് ഇൻ ദ CPU വില് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് വിൽ ഡു ദ നെസസറി ആക്ഷൻ ടു ഗീവ് ദ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് തരാൻ വേണ്ടിയിട്ടുള്ള നെസസറി ആക്ഷൻ നമുക്ക് ചെയ്യുന്നതാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ ഈസ് ഔട്ട്പുട്ട്. പുറത്ത് നമ്മൾ കാണുന്ന സ്ക്രീനിൽ നമ്മൾ ടൈപ്പ് ചെയ്തത് നിങ്ങളിപ്പം കണ്ടു. മിസ് ടൈപ്പ് ചെയ്ത് കണ്ടില്ലേ? നിങ്ങള് ചിത്രം കാണിച്ചു തന്നില്ലേ? അതൊക്കെ ഔട്ട്പുട്ട്. ഓക്കെ, റിമെമ്പർ ഇഫ് യു ഡോണ്ട് നീഡ് എ പ്രിന്റ് ഔട്ട് യു ഡു നോട്ട് ടേക്ക് ഇറ്റ്, സേവ് പേപ്പർ. പ്രിന്റ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളതിന് ആവശ്യമില്ലെങ്കിൽ നമ്മൾ പ്രിന്റ് എടുക്കേണ്ടതില്ല, നമ്മളൊരു പേപ്പർ വേസ്റ്റ് ചെയ്യേണ്ട എന്ന്. ഓക്കെ, ഇവിടെ നോക്കിയേ. ഡു യു ഹാവ് പെൻസിൽ വിത്ത് യു? Do you all have pencil with you? Please take out pencil and see page number 21. Last one work is there. Okay, Dora wants to eat a cake. What should mommy do to bake a cake? Write 1 for input, P for processing and O for output. So here let me ask one question. Here, how many of our mummies knows to make a cake? Dear children, how many of your mummies know to prepare cake? ആരുടെയൊക്കെ മമ്മിമാർക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാം? ഒന്ന് ജസ്റ്റ് കൈപൊക്കിക്കേ. മെനി ആർ ദർ. ഹെവന്റെ അല്ല ഹന്നയുടെ അമ്മയ്ക്ക് അറിയാം, അലന്റെ അമ്മയ്ക്ക് അറിയാം, ഇഫ്രയുടെ അറിയാം. എനിക്കറിയത്തില്ല, ഞാൻ കൈ പൊക്കി പിടിച്ചതേ ഉള്ളൂ, എനിക്കറിയില്ല. ഷിഫാന, മുഹമ്മദ് നാഫി, അനീറ്റ, ജയാൻ, ആൻതെരസ അറിയാവോ? എന്നിട്ടാണ് പൊക്കുന്നേ. ഹിബയുടെ അമ്മയ്ക്കറിയാവോ മോളെ? ഹിബ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കാൻ അറിയാമോ? അറിയില്ല. ജുവല്, അങ്ങനെ കുറെ പേരുടെ അറിയാം. കുര്യൻ ജോസഫിന്റെ ഒക്കെ. സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോൾ കേക്കുമായിട്ട് വരണം കേട്ടാ. അമ്മമാരുണ്ടാക്കുന്ന കേക്കൊക്കെ ആയിട്ട് വരണേ. We will be waiting for your mummy's cake. Okay, after school reopens. Okay, ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ഇൻപുട്ട്. ഇൻപുട്ട് ഇതിനകത്ത് ഏതാണ്? ഈ ചിത്രം നോക്കിക്കേ. ആദ്യം ഫസ്റ്റ് ഏതാണ്? ഇൻപുട്ട് ആണ് വരേണ്ടത്. അപ്പൊ ഇതിനകത്ത് ചിത്രം നോക്കിക്കേ. 3 pictures have been given. ഫസ്റ്റ് വണ്ണില് വരുന്നത് ഏതാണ്? കേക്ക് റെഡി ആയിട്ടിരിക്കുന്ന. അപ്പൊ കേക്ക് റെഡി ആയിട്ടിരിക്കുന്ന ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ പ്രോസസിംഗ് ആണോ? വരയ്ക്കുക എഴുതൊന്നും ചെയ്യല്ലേ. ആൻസർ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞിട്ട് എഴുതാവുള്ളൂ. ഓക്കെ, വിച്ച് വൺ വിൽ ടേക്ക് പ്ലേസ് ഫസ്റ്റ്? ഇതിനകത്ത് ഏതാണ്? സെക്കൻഡ് പിക്ചർ ആണ് വരുന്നത്. മിൽക്കും പിന്നെ ആ ചോക്ലേറ്റ് പൗഡർ ഒക്കെ കൂടി ഇരിക്കുന്നില്ലേ, അവിടെ അതാണ് ആദ്യം വേണ്ടത് അല്ലേ? എന്നാലേ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് പ്രൊസീജിയർ ഈസ് എ middle picture. So put I for this. I for this picture. മിൻഹാജ കാണുന്നുണ്ടോ മോനെ? ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത് നടക്കുന്ന കാര്യം എന്താണ്? ഈ കേക്ക് ഉണ്ടാക്കുന്ന മമ്മിമാരൊക്കെയുള്ള കുട്ടികളുണ്ടല്ലോ ഇവിടെ. ടെൽ മീ, രണ്ടാമത് നടക്കുന്നതാണ് ഈ ചിത്രത്തിന്റെ നോക്കിയിട്ട് രണ്ടാമത്തെ പ്രൊസീജിയർ എന്തായിരിക്കും? ലാസ്റ്റ് പിക്ചർ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നത് അല്ലെ, വേവിക്കാൻ വെക്കുന്നത്.
So last picture എന്താണ്? Processing. Put P for that. P for last picture. The P. Okay. P. Okay. Then what? Cake is ready. Super cake. നല്ല കേക്ക് എനിക്ക് കണ്ടിട്ട് കൊതിയാവുന്നു. ഇങ്ങനത്തെ എങ്ങനെയാണോ നിങ്ങളുടെ മമ്മിമാരുണ്ടാക്കുന്നേ? സ്കൂള് തുറക്കട്ടെ, എല്ലാവരെ കൊണ്ട് ഞാൻ കേക്ക് വരുത്തിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ഔട്ട്പുട്ട്. പോയിട്ട് ഓ ഫോർ ദിസ്. ഓ, ഈ കേക്കിന് ഓ ഇടുക. ഓക്കെ, ഇഫ്ര മോളെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മുത്തേ. കേൾക്കുന്നില്ലേ മോളെ? ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ മോളെ? യെസ്. ഡിഡ് യു ഡു ദാറ്റ്? ഡിഡ് യു ഡ്രോ? ഡിഡ് യു റൈറ്റ്? ഇപ്പൊ എഴുതിയായിരുന്നോ മോൾ? അവിടെ എഴുതിയില്ലേ? അവിടെ വേറെ ആരോ സംസാരിക്കുന്നല്ലോ. ടി വി വെച്ചിട്ടുണ്ടോ മോളെ അവിടെ? അത് ആരോ സംസാരിക്കുന്നുണ്ടല്ലോ, വേറെ സൗണ്ട് ഉണ്ടല്ലേ? ഇഫ്രയുടെ മമ്മി എവിടെ ഉണ്ടെന്ന് തോന്നുന്നു സംസാരിക്കുന്നല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ആദ്യത്തെ ഒന്ന് മോളെ എഴുതിയില്ലേ? അത് ശരി, അതെന്ത് ചെയ്യായിരുന്നു? ഓക്കെ, നെക്സ്റ്റ് അജിത് ജോസഫ്. അജിത്ത് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മുത്തേ. അജിത്തെ പ്ലീസ് അൺമ്യൂട്ട്. അജിത്ത്, നമ്മുടെ ടൈം തീരാൻ പോവുകയാണ്, വേഗം വേഗം ചെയ്യണേ. അജിത്ത്, ഡിഡ് യു ഡ്രോ? ഡിഡ് യു റൈറ്റ്? ഡിഡ് യു റൈറ്റ്? Yes. Yes. What did you write for the first picture? Cake in എന്താ എഴുതിയേ? O. So Ifra, write O for first picture. ആദ്യത്തെ picture cake in O. Output it is. Okay. Second picture Ajit. What do you have written in the second picture? I. Okay. Input. Okay. Very good. So those who did not hear and those who did not put, write I for that. And third picture, Ajit. P. Not P. P. Processing P. Okay. Okay. Next, take a page. Next page, page number 22. Fastly, take page number 22. Alan Thomas. Did you take page number 22? Muhammad Shaksad. Okay. Take page number. Here, Papa is making fruit salad for dinner. Aha. ഇന്നത്തെ ഡിന്നറിനല്ല ഫ്രൂട്ട് സലാഡ്. Who is making fruit salad for you? Your papa. How many of your papas knows to make fruit salad? ആരെങ്കിലും പപ്പയ്ക്ക് അറിയാമോ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ? ഇവിടെ just let me see the hand. How many of your papas knows to make? Joel Marias don't know. Kurian Joseph is not raising, but someone is raising for him. ആരെ കൈയൊക്കെ പൊക്കി പിടിക്കുന്ന കുര്യനെ? മമ്മിയാ? ഓക്കെ, ഇവിടെ എത്ര പേരുടെ? ആകെ 2-3 പേരുടെ പപ്പാമാർക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ അറിയാം. ഓക്കെ, എനിവേ, Papa is making fruit salad for dinner. Help Tia to record the input and the processing. Here output avada ready ആയിട്ടുണ്ട്. പപ്പായുടെ ഫ്രൂട്ട് സലാഡ് അവിടെ റെഡി ആയിട്ടുണ്ട്. So what are the items needed? You know, what are the items needed to make a fruit salad? First, apple. Apple എന്ത് ചെയ്യുന്നു? Chopping. Chopping means what? What is the meaning of chopping? Cutting. Chopping means making into small pieces. Making into small pieces is known as chopping. Okay. So apple. Next, second one, what fruit you will use there for making fruit salad? Eric. Eric, please unmute my dear. Eric Kuta. Maybe unmute ചെയ്തോക്കെ. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ എന്തൊക്കെ ഫ്രൂട്ട്സ് വേണം? Apple already is there. Mango. Okay, very good. Write mango. What is spelling of mango? M-A-N-G-O. Mango. Write the spelling, please. All of you write there. Second.
മാംഗോ, MANGO. വേറെ എഴുതണേ, നമ്മുടെ ടൈം എത്രയോടാ? 2 മിനിറ്റേ ബാക്കിയുള്ളൂ, കട്ടായി പോകും. Jewel Maria, did you write my dear? Apple, sorry, mango. Okay. Eric, again, what else? വേറെ എന്താ? ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ടൈം തീരെയാണ്. നിങ്ങൾ അവിടെ ഫ്രൂട്ട്സിന്റെ പേരുകൾ എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എഴുതാം. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സിന്റെ പേരുകൾ നിങ്ങൾ സ്വന്തം എഴുതിക്കോ. ആപ്പിൾ ഉണ്ട്, ആപ്പിൾ ഓൾറെഡി വന്നു, ഇപ്പൊ മാംഗോയും ആയി. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എഴുതാം. യു ക്യാൻ റൈറ്റ് ബനാന, ഗ്രേപ്സ്, ഓറഞ്ച്, ദെൻ വാട്ട് എൽസ്. ഇനി എന്തൊക്കെ ഫ്രൂട്ട്സിന്റെ പേരുകൾ നിങ്ങൾക്ക് അറിയാം? ഓൺലി 5 ലെഫ്റ്റ്. ഓൾറെഡി 2 are over. Again 3 more fruits name you have to write. Okay. Then next കോളത്തിൽ നിങ്ങൾ എന്താ എഴുതണം? ചോപ്പിംഗ് ഉള്ളി. എല്ലാം കട്ട് ചെയ്യുമല്ലേ ചെയ്യുന്നത്? ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ടില്ല എഴുതുന്നത്. ഓ, ഗ്രേപ്സ് എഴുതുവാണെങ്കിൽ വേണ്ട കേട്ടോ. ഗ്രേപ്സിന് ചോപ്പിംഗ് വേണ്ട. ഗ്രേപ്സ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നേ. അല്ല, ഓറഞ്ചോ? ഓറഞ്ചും ചോപ്പിംഗ് വേണ്ട. കട്ട് ചെയ്യുന്നതിനെല്ലാം നമ്മൾ ചോപ്പിംഗ് എഴുതുക. മറ്റുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്നും എഴുതണ്ട. അതങ്ങ് പൊളിച്ചിടുന്നതേ ഉള്ളൂ. നമ്മൾ കഴുകിയിട്ട് വൃത്തിക്ക് കഴുകിയിട്ട് അങ്ങോട്ട് ഇടുന്നേ ഉള്ളൂ. അപ്പൊ അവിടെ ഒന്നും എഴുതണ്ട. ഓക്കെ, കട്ട് ചെയ്യുന്ന ഫ്രൂട്ട്സിന് അവിടെ ചോപ്പിംഗ് എഴുതുക. കംപ്ലീറ്റഡ്? ജയൻകുട്ട മോനെ കേൾക്കുന്നുണ്ടോടാ? മോന് സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. ഹിബമോൾ എഴുതിയ മോളെ? Okay, those who finished, please raise the hand. Those who finished, please raise the hand. Okay, good. Hibe and all finished. Okay, നമ്മുടെ ടൈം കഴിഞ്ഞു മക്കളെ. നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടാകും. അതുകൊണ്ട് നിങ്ങൾ അത് വീട്ടിൽ നിന്ന് ചെയ്യൂ കേട്ടോ. ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ തന്നെ കാണിക്കണം. അല്ലെങ്കിൽ ഇന്ന് ഫോട്ടോ എടുത്തിട്ട് ഇട്ട് തരണേ. ഓക്കെ, ബൈ ബൈ. മറക്കല്ലോ ഹോംവർക്ക് ചെയ്യാം കേട്ടോ. ബൈ ബൈ. ആൻഡ് ട്രൈ ടു മേക്ക് ഫ്രൂട്ട് സലാഡ്. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്? ഓക്കെ, ബൈ ബൈ. See you in the next class.